ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചയാകാറുണ്ട്. വനാതിർത്തി മേഖലകളിലെ വന്യജീവി ശല്യം, തീരദേശ മേഖലകളിലെ കടലാക്രമണം, ഭൂപ്രശ്നങ്ങൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾ. തീരദേശ മേഖലയിൽ ഇക്കുറി എന്തൊക്കെയാണ് ചർച്ചയാകുന്നത്? മീഡിയ വൺ പരിശോധിക്കുകയാണ്. മലയോര മേഖലയിൽ മാത്രമല്ല, തീരദേശ മേഖലയിലും സങ്കീർണമാണ് ഭൂപ്രശ്നങ്ങൾ. തീരദേശ പരിപാലന നിയമവും നിയന്ത്രണവും മൂലം കിടപ്പാടം പോലുമില്ലാത്ത ഒട്ടനവധി പേരുണ്ട് വൈപ്പിൻകരയിൽ, പ്രത്യേകിച്ച് എടവനക്കാട് പഞ്ചായത്തിൽ. കാഴ്ചക്കുറവുണ്ട്, ചവിട്ടി കേട്ടു, ഈ കൈ ഫ്രീയാണ്, ഒറ്റക്കരയാണ് താമസിക്കണം. ഒരുപാട് പേരുടെ പ്രതീകമാണ് ചന്ദ്രൻ ചേട്ടൻ. കിടപ്പാടം പോലുമില്ലാതെ വീരൻപുഴയുടെ കൈവഴിയോരങ്ങളിൽ കഴിയുന്നവരുടെ പ്രതിനിധി. കോസ്റ്റൽ റെഗുലേഷൻ സോണിൽ തളച്ചിടപ്പെട്ടവർ. 2019 തുടങ്ങി ഞങ്ങൾ പഞ്ചായത്ത് കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങുന്നത് 2025 വരെ. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ആ വീടിനുള്ള പെർമിറ്റ് കിട്ടണമെന്ന് ഒരുപാട് അലഞ്ഞ് ഞങ്ങളിപ്പോൾ വാടകക്കാണ്. തദ്ദേശീയരായിട്ടുള്ളവർക്ക് പെർമിഷൻ കൊടുക്കുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ അത് ഇവിടെ ഉള്ള ഈ പഞ്ചായത്തിലുള്ള ആളുകൾ നമ്മൾക്ക് ഉദ്യോഗസ്ഥരായിട്ടും ഭരണകർത്താക്കളായിട്ടും നമ്മൾക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് തരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പൊക്കാളി പാടശേഖരമാണ് കാണുന്നത്. അതിൻ്റെ സ്ലൂയിസാണ് കാണുന്നത്. ഈ സ്ലൂയിസിന് പിടിക്കേണ്ടടുത്ത് ഈ പൊക്കാളി പാടശേഖരത്തിൽ നിന്ന് പാടശേഖരം എവിടെ വരെ വെള്ളം ചെല്ലുന്നു അവിടെ നിന്നാണ് ഒരു വേലിയേറ്ററൊക്കെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ വേലിയേറ്റം നിന്ന് കയറുന്നത് ഈ സംസ്ഥാന ഭാഗത്തിനോട് ചേർന്നവരും ചെല്ലുന്നുണ്ട്, കവറും ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ അളവ് വെച്ചുകൊണ്ടാണ് ഈ വീട് വെക്കാനുള്ള പെർമിറ്റ് പഞ്ചായത്ത് നിഷേധിക്കുന്നത്. കുടിവെള്ളത്തിനും പൊതുഗതാഗത സംവിധാനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമൊക്കെയായി ഒട്ടേറെ സമരങ്ങൾ നടത്തി വൈപ്പിൻ ജനത. വീടുകൾ നിർമ്മിക്കാനാകാതെ നിയമക്കുരുക്കിൽപ്പെട്ട ജീവിതം പ്രതിസന്ധിയിലായ ഒട്ടേറെ പേർ ഇന്നും ഇവിടെയുണ്ട്. എടവനക്കാട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിന് CRZ 3B എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഈ പറയുന്ന കടലിൻ്റെ ഭാഗത്ത് 200 മീറ്റർ വിടണം. അതുപോലെ മറ്റു ജലാശയങ്ങളുടെ ഭാഗത്ത് പുഴയായാലും മറ്റ് വേലിയേറ്റരൊക്കെ വരുന്ന ഭാഗത്തെല്ലാം 50 മീറ്റർ വിടണം. അപ്പോൾ കൂടുതൽ റെസ്ട്രിക്ഷൻസ് ആണ് എടവനക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പള്ളിപ്പുറം, കുഴിപ്പള്ളി, നായരമ്പലം, ഞാറയ്ക്കൽ, എളങ്ങുന്നപ്പുഴ പഞ്ചായത്തുകളിലും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. വേലിയേറ്റത്തിന് പിന്നാലെ ഒരു വേലിയിറക്കവും ഉണ്ടാകും. പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ്. ഈ തെരഞ്ഞെടുപ്പ് കാലവും ചർച്ച ചെയ്യുകയാണ് ഇവരുടെ ജീവിതം. എടവനക്കാട് നിന്ന് സഞ്ജു പൊറ്റമ്മലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ വൺ.